നിരവധി പുതിയ ചിത്രങ്ങളാണ് മോഹൻലാലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ അടുത്തിടെ നടന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് തന്നെ സംവിധായകർ തന്നെ എത്തുകയുണ്ടായി. ഒരു ഓൺലൈൻ മീഡിയയുടെ ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിളിൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആരാധകരും അതിശയപ്പെട്ടത്. നേരത്തെ റൂമറുകൾ പൊങ്ങി വന്നപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന വിവരങ്ങളാണ് വന്നിരിക്കുന്നതും. ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിയ വലിയ സിനിമകളാണ് മോഹൻലാലിനെ വെച്ച് സംവിധായകർ ഒരുക്കാനായി മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഒരു സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ അർച്ചന കവി. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് അർച്ചന കവി ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്നിരിക്കുന്നത്. തമിഴിലെ എക്കാലത്തെ മികച്ച പ്രണയ ചിത്രങ്ങളിൽ ഒന്നാണ് 2018 റിലീസായ 96. നവാഗതനായ പ്രേംകുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിജയ് സേതുപതി, തൃഷ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പരസ്പരം ഒന്നിക്കാൻ പറ്റാതെ പോയ പ്രണയ ജോഡികളുടെ കഥ പറഞ്ഞ ചിത്രം വൻ വിജയമായി മാറി. ഗോവിന്ദ് വസന്ത ഒരുക്കിയ സംഗീതവും ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റി. എന്നാൽ 96 ഒരുങ്ങുന്നതിന് മുമ്പേ അതുപോലൊരു കഥ താൻ എഴുതിയിരുന്നുവെന്ന് പറയുകയാണ് നടി അർച്ചന കവി. മോഹൻലാലിനെയും വിദ്യാബാലനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി സിനിമ എടുക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും ആഷിഖ് കപൂർ സിനിമ സംവിധാനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെന്നും അർച്ചന പറയുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള പണ്ടത്തെ മോഹൻലാലിന്റെ റൊമാൻസ് എല്ലാം ആ സിനിമയിലൂടെ കൊണ്ടുവരാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ ഷൂട്ടിന് തൊട്ടു മുൻപ് 96 ഇറങ്ങിയപ്പോൾ വലിയ പ്രയാസം തോന്നിയെന്നും അർച്ചന കവി കൂട്ടിച്ചേർത്തു. ഒരു മീഡിയയോട് സംസാരിക്കവെയാണ് അർച്ചന കവി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ 96 ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ എന്റെ സ്ക്രിപ്റ്റ് മറ്റൊരു രീതിയിൽ ആയിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും കണ്ടേനെ. അല്ലാതെ കണ്ടാൽ ഞാൻ ആകെ അപ്സെറ്റ് ആകും. കാരണം അന്ന് സ്ക്രിപ്റ്റിന്റെ 3rd ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൽസാറിന് കഥ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആഷിഖ് കപൂർ അത് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു. ലാലേട്ടൻ പഴയ റൊമാൻറ്റിക് സൈഡ് ആ സിനിമയിൽ കൊണ്ടുവരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർ എന്ന നിലയിൽ അതൊരു മികച്ച തുടക്കമായേനെ. എന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ ആര് അഭിനയിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് അഭിമാനത്തോടെ അവരുടെ പേരുകൾ പറയാമായിരുന്നു. പഴയ ലാലേട്ടന്റെ റൊമാൻറ്റിക് സൈഡില്ലേ, അത് കാണാൻ തന്നെ നല്ല രസമല്ലേ. അത് സിനിമയിൽ കൊണ്ടുവരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. വിദ്യാബാലൻ നായികയായി വരണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. സത്യം പറഞ്ഞാൽ ഷൂട്ട് തുടങ്ങാൻ കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് 96 റിലീസാവുന്നത്. പിന്നെ അതിൽ നിന്നൊക്കെ ഓക്കെ ആവാൻ കുറച്ച് സമയം വേണ്ടി വന്നു. എനിക്കന്ന് അറിയില്ലല്ലോ തമിഴ്നാട്ടിൽ ആരോ ഇരുന്ന് ഇതുപോലൊരു കഥ എഴുതുന്നുണ്ടെന്ന്. അർച്ചന കവി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ പോലും അറിയാതെ മോഹൻലാലിലേക്ക് നിരവധി ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഡിസ്കഷനുകൾ പലതും നടക്കുന്നു. അടുത്തിടെ ഏറ്റവും പുതിയതായി പൊങ്ങി വന്ന മറ്റൊരു വാർത്തയാണ് മോഹൻലാലും ബിപിൻ ദാസ് എന്ന ഏറ്റവും പുതിയ യുവ സംവിധായകനും ഒന്നിക്കാൻ പോകുന്നു എന്നത്. ഒരു റൂമറായി തന്നെയാണ് പുറത്തു വന്നത്. ഇതിപ്പോൾ ബിപിൻ ദാസ് ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസുമായി ആദ്യഘട്ട ഡിസ്കഷൻ കഴിഞ്ഞു എന്ന് ബിപിൻ ദാസ് തന്നെ പറഞ്ഞു. ഇനി മോഹൻലാൽ കഥ കേട്ടിട്ട് മറുപടി തരണം എന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് ബിപിൻ ദാസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്നേ ദിവസം വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രേക്ഷകരൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. ബിപിൻ ദാസിന്റെ സിനിമകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ മലയാള സിനിമ തന്നെ വലിയ രീതിയിൽ വെളിയിലൊക്കെ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഒരു മലയാള സിനിമ ഇന്ന് OTTയിൽ റിലീസായാൽ ബോളിവുഡിലെ വലിയ പ്രൊഡക്ഷൻ കമ്പനികൾ അടുത്ത ദിവസങ്ങളിൽ ആ സിനിമയെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടെന്ന് സംവിധായകൻ ബിപിൻ ദാസ് പറയുകയാണ്. ജയ 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 ഹേ ഹിറ്റ് ആവുകയും അതിനുശേഷം OTTയിൽ റിലീസാവുകയും ചെയ്തപ്പോൾ തന്നെ അഭിനന്ദിക്കാനായി അമീർ ഖാന്റെ ഓഫീസിൽ നിന്നും വിളിച്ചെന്നും ബിപിൻ ദാസ് പറയുന്നുണ്ട്. പിന്നീട് മുംബൈയിൽ പോയ സമയത്ത് അമീർ ഖാനെയും മറ്റ് ടെക്നീഷ്യന്മാരെയും കണ്ട് സംസാരിച്ചു എന്നും ബിപിൻ ദാസ് പറഞ്ഞു. ഡയറക്ടേഴ്സ് റൗണ്ട് ടേബിൾ ആണ് ബിപിൻ ദാസ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇപ്പോഴാണ് അവർ മലയാള സിനിമയെ വളരെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഒരു മലയാള സിനിമ കേരളത്തിന് പുറത്ത് ചർച്ചയായാൽ അവർ അതിന്റെ സംവിധായകനെ കോൺടാക്ട് ചെയ്യും. അടുത്ത സിനിമയിൽ അവരുമായി വർക്ക് ചെയ്യാൻ നോക്കും. ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുലിനെയും മഞ്ഞുമൽ ബോയ്സിന് ശേഷം ചിദംബരത്തെയും അന്യഭാഷയിലെ പ്രൊഡക്ഷൻ കമ്പനികൾ കോൺടാക്ട് ചെയ്തത് ആ കാരണം കൊണ്ടാണ്. മലയാളത്തിൽ നല്ല ക്വാളിറ്റിയിൽ സിനിമ ഇറങ്ങാൻ ഇത് സഹായമാകും. ബിപിൻ ദാസ് പറഞ്ഞത് ഇങ്ങനെ. അതേ ബിപിൻ ദാസ് തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നതും. മോഹൻലാലിന്റെ അടുത്തൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ആന്റണി പെരുമ്പാർ ഓക്കെ ആയി. ആശീർവാദ് അത് കേട്ടു. ഇനിയിപ്പോൾ മോഹൻലാൽ കഥ കേട്ടിട്ട് ബിപിൻ ദാസിനോട് മറുപടി പറയണം എന്ന ഒരു വക്കത്തേക്ക് എത്തി നിൽക്കുകയാണ് ആ മോഹൻലാൽ ബിപിൻ ദാസ് ചിത്രത്തിന്റെ കാര്യങ്ങൾ. കൂടാതെ മോഹൻലാൽ ഓപ്പൺ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും മൂവി അനലിസ്റ്റുകൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായാലും നമ്മളറിയാത്ത പല സിനിമകളും മോഹൻലാലുമായി ചർച്ചകളിലുണ്ട്, നടക്കാൻ സാധ്യതയുമുണ്ട്.